കൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു. അതാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം വിട്ട് നമ്മൾ പോകുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ ഒരു വലിയ ആകാംക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു കാര്യം ഓർത്തോണം, മരണം നിശ്ചയം. ഏത് നിമിഷവും നമ്മൾ മരിക്കാം, ഏത് നിമിഷവും കർത്താവ് വരാം. അതുകൊണ്ട് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇന്നുകൂടി അല്പം കൂടി പരിശുദ്ധാത്മാവ് പറയാണ്, അല്പം കൂടി വിശുദ്ധരാകുക, അല്പം കൂടെ ക്ഷമിക്കുക, അല്പം കൂടെ കർത്താവിനെ വേണ്ടി ജീവിക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യം മുതലേ നമ്മൾ പഠിക്കുന്ന വാക്യങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെ നമുക്ക് പോകാം. നിങ്ങൾ ഒന്നിച്ച് എൻ്റെ കൂടെ നിൽക്കുമല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. സ്തോത്രം. ഞാൻ തിന്നുപോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പാപം ചെയ്യുമ്പോൾ അറിയാതെ ചെയ്തിട്ട് പറയും, ഞാൻ ചെയ്തു പോയി. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ചില തെറ്റുകൾ അറിയാതെ വന്നുപോയി. എന്നിട്ട് നമ്മൾ പറയും, കർത്താവേ വന്നുപോയി, ചെയ്തു പോയി, ക്ഷമിക്കണമേ. യഹോവയായ ദൈവം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയവനായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിലെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? വളരെയധികം കൗശലക്കാരനായ സാത്താൻ്റെ ഒരു ചോദ്യം. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ വൃക്ഷത്തിൻ്റെ ഒരു ഫലം മാത്രം തിന്നരുത്, തൊടരുത്, തിന്നുന്ന ആളെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാത്താൻ എന്താ പറഞ്ഞത്? ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ മരിക്കത്തില്ല. എന്തോ പറഞ്ഞിടത്തെ? നിങ്ങൾ ആരെ പോലാകും? ദൈവത്തെ പോലാകും. ആദാമും ഹവ്വയും ഒക്കെ എങ്ങനെ ഇരുന്നെന്നറിയാമോ? നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ സ്വന്തം സാദൃശ്യത്തിൽ, സ്വന്തം സ്വരൂപത്തിൽ, അപ്പോൾ സ്വന്തം സാദൃശ്യം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവർ ദൈവത്തെ പോലെ ആയിരുന്നു അല്ലേ? അങ്ങനെ ഇരുന്നവരോട് സാത്താൻ ഒന്ന് പറയുകയാണ്, നിങ്ങൾ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. എടാ, ദൈവത്തെ പോലുള്ള ഒരു മനുഷ്യൻ ദൈവത്തെ പോലെ ആകുവാൻ സാത്താൻ കള്ളം പറഞ്ഞപ്പോൾ വിശ്വസിച്ചുവെങ്കിൽ ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ? ദൈവം തന്നിരിക്കുന്ന തിരുവചനങ്ങൾ അതുപോലെ വിശ്വസിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ പലതും പറയുന്നത് കേട്ട് വിശ്വസിച്ച് നാം പാപം ചെയ്ത് ദൈവദേശത്തില്ലാത്തവരായി തീരുന്നൊരു സ്വഭാവം മനുഷ്യനുണ്ട്. അത് തീർച്ചയായും നല്ലതല്ല. അത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതാണ്. നിത്യത ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. എവിടെയാണ് നിത്യത? ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു സീഡ് ഇട്ടിരിക്കുകയാണ് നിത്യതയുടെ. ഈ നിത്യതയുടെ സീഡ് വളർന്ന് 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 നമ്മൾ നിത്യത വരെയും എത്തണം. അല്ലാതെ ആ ഉള്ളിലുള്ള ആ നിത്യതയെ നഷ്ടപ്പെടുത്തി പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി സാത്താൻ്റെ വാക്കുകൾ കേട്ട്, മനുഷ്യരുടെ വാക്കുകൾ കേട്ട് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല. നമ്മൾ ദൈവത്തെ പോലെയാണ്. ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ്? അതേ സാദൃശ്യത്തിലും അതേ രൂപത്തിലും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. ക്രൈസ്റ്റിൻ്റെ യേശു നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. മകനെ, മകളെ, വഴി ഇന്നതാണ്, നീ ഇന്നത് ചെയ്യരുതെന്ന് പറയുമ്പോൾ, നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പാപികളായി തീരുകയാണ്. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുമ്പോഴാണ് പാപമായി തീരുന്നത്. അനുസരിക്കണമെന്ന് പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ഒരിക്കൽ കൂടെ നിങ്ങൾ അനുസരണം കെട്ടവരെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും വചനം അനുസരിക്കുന്നവരാണ് തീർച്ചയായും. പക്ഷേ ഒരു പടിയുടെ മുന്നോട്ട്, ഒരു അല്പം കൂടെ മുന്നോട്ട് അനുസരണത്തിൻ്റെ സ്വഭാവം ഉണ്ട് എങ്കിൽ അന്യോന്യം സ്നേഹിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു കഴിവൂടെ വന്നു കഴിഞ്ഞാൽ വി ആർ ദ ബെസ്റ്റ്. കർത്താവ് വരുമ്പം വിശ്വസ്തനായ ദാസൻ, വിശ്വസ്തയായ ദാസി, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കഴുകനെ പോലെ ചിറകടിച്ചുയർന്ന് സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് എടുക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വഭാവത്തിന് ഒരു ചെറിയ
ഒരല്പം കൂടെ രൂപീകരണം വരണം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ദൈവവചനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, എല്ലാം അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടേക്കോ ഒരു ചെറിയ കുറവുകൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ആ കുറവുകളെ നാം ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ദിസ് ഈസ് യുവർ ഫോൾട്ട്. നീ ഇതാണ് നിന്റെ തെറ്റ്. നീ ഒന്നുകൂടി ഒന്ന് ക്രമപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഞാൻ ഒരു കർത്താവ് പറഞ്ഞ് ഞാൻ ഭവനം ഒരുക്കാൻ പോയിരിക്കുകയാണ്. ആ ഭവനം നമുക്ക് അവകാശമാക്കണമെങ്കിൽ, ആ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കുറവുകളെ നമ്മൾ ക്ഷമിച്ച് ദൈവത്തിൻ്റെ മക്കളായി വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ലഭ്യമാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത് നിത്യത കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ നരകയാതന എന്ന് പറയുന്നത് നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം എന്താണ് വെച്ചിരിക്കുന്ന 19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19 വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു, കർത്താവ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്താണ് ദൈവം? നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ നീ തിരികെ ചേരുവോളം. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പൊ നിന്നെ എവിടുന്ന പൊടി? എത്ര പേരാ ഓർക്കുന്നത് ഞാൻ പൊടിയാന്ന്? പൊടിയനെന്ന് പേരുള്ളവരുണ്ട്. പക്ഷെ കർത്താവെ ഞാൻ പൊടിയാണെന്നൊന്ന് ഓർക്കാൻ കഴിയുമോ? എന്ന് പറഞ്ഞാൽ എന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഞാൻ മണ്ണിലേക്ക് തന്നെ ചേരും. ഇത് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മിക്കവാറും പറയാനുള്ളതാണ്. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ ചേരും. അപ്പോൾ നമ്മുടെ ശരീരം മരിക്കും. മരണം യുദ്ധം അവസാനിച്ചു. നമ്മൾ മരിക്കും. മരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ നിയമമാണ് നമ്മൾ മരിക്കുമെന്നുള്ളത്. ഒരിക്കലും നമ്മുടെ ആത്മാവും ദേഹിയും മരിക്കരുത്. മനുഷ്യൻ ദേഹി ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദേഹം മരിച്ചേ മതിയാകൂ. ദേഹത്തിന് പ്രായം കൂടുന്തോറും പ്രയാസ പ്രതികൂലങ്ങൾ ഉണ്ടാകും. നമ്മുടെ മസിലുകളൊക്കെയും ശോഷിക്കുവാനായിട്ട് തുടങ്ങും. നമ്മുടെ ഞരമ്പുകളുടെയൊക്കെ സ്ട്രെങ്ത് കുറയുവാനായിട്ട് തുടങ്ങും. ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലുകളുടെ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറയുമ്പോൾ വേദനകളും പ്രയാസങ്ങളും ഒക്കെ വന്നെന്നിരിക്കാം. അതൊക്കെ മനുഷ്യമായിട്ടുള്ള ഒരു കാര്യം ദൈവം നിയമിച്ചിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ മരിക്കും. മരണം ഒരു അന്ത്യമല്ല, മരണം ഒരു വാതിൽ തുറക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും, എത്ര സൗഭാഗ്യമുണ്ടെങ്കിലും, എത്രയെല്ലാം പണമുണ്ടെങ്കിലും നമ്മളെല്ലാം കളഞ്ഞു പോകേണ്ടതായിട്ടൊരു അവസ്ഥയുണ്ട്. ഉടുക്കുന്ന തുണി പോലും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഒരിക്കൽ നമ്മൾ നടന്നു പോകുമ്പോൾ, ഒന്നുകിൽ നടന്നു പോകുമ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഭവനത്തിലുള്ളപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും മരണം നമ്മളെ കടന്നു പിടിക്കാം. ഇപ്പോൾ ഒരാൾ ഒരിക്കൽ പറഞ്ഞു, ക്രൂശി വെച്ച് കള്ളം മരിച്ചപ്പോൾ പറഞ്ഞില്ലേ, പിതാവേ നീ എഴുന്നള്ളുമ്പോൾ എന്നെ ഓർത്തോണേ. അന്ന് തന്നെ അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളും ആയിക്കോ. നടക്കാൻ പോകുന്നില്ല, ഹാർട്ട് അറ്റാക്കായിട്ടായിരിക്കും മരിക്കുന്നത്, നിമിഷ നേരം കൊണ്ടായിരിക്കും മരിക്കുന്നത്. ഒരു ശ്വാസം ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എടുത്ത ശ്വാസം വിടാൻ പറ്റുന്നില്ലെങ്കിൽ, വിട്ട ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വെറും പെട്ടിയിൽ ഇവിടേക്ക് വരേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. വീട്ടിൽ കൊണ്ട് പെട്ടിയിൽ വെക്കും, അവിടുന്ന് പൊക്കി ഇവിടെ കൊണ്ട് പെട്ടിയിൽ വെക്കും, ഇവിടുന്ന് കൊണ്ടുപോയി പെട്ടിയെന്ന് മാറ്റിയിട്ട് കുഴിയിലോട്ട് തള്ളും. ഹല്ലേലൂയ. ഒരു പിടി മണ്ണും വാരി അങ്ങോട്ട് എറിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവും. കുറച്ച് ദിവസമൊക്കെ ഓർക്കും, അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ ഓർമ്മ പോലും ഉണ്ടാകത്തില്ല. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷവും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ ഭക്ഷിച്ചു. അതാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കണം. ആദ്യം മരിച്ച മനുഷ്യൻ ആരാണെന്നറിയാമോ? ആദ്യം ആരാണ് മരിച്ചത്? കായീൻ ആരെയാ കൊന്നത്? ഹാബേലിനെ കൊന്നു, അല്ലേ? ആദ്യത്തെ ഒരു മരണം വചനത്തിൽ കാണുന്ന അതാണ്. കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞ് അവർ വയലിലിരിക്കുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും എന്നും കൂടെ ഒരു കയർപ്പ് എന്ന് പറഞ്ഞാൽ വാക്കുവാദം,
പ്രിയമുള്ളവരെ, വാക്കുവാദം നിർത്തിക്കണം. വാക്കുവാദം നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് വാക്കുവാദം ഒരിക്കലും പാടില്ല. ഒരിക്കലും ഒരുവനോട് വാക്കുവാദം ചെയ്യാൻ പാടില്ല. ക്ഷമിക്കുക അത്രേ വേണ്ടത്, സ്നേഹിക്കുക അത്രേ വേണ്ടത്. അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ മരണം, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് 2 മരണമുണ്ട്. ഒന്ന് ശാരീരിക മരണം, രണ്ടാമത് നമ്മുടെ ആത്മാവും ദേഹിയും മരിക്കുന്നതായിട്ടൊരവസ്ഥ. പാപം ചെയ്യുമ്പോൾ അത് മരിക്കും. സങ്കീർത്തനങ്ങൾ 89:48 നമ്മൾ വായിക്കുമ്പോൾ, ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാർ, തൻ്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനുമാർ, ജീവിച്ചിരുന്ന മരണം കാണാത്തവനാർ. ജീവിച്ചിരുന്ന് നമ്മൾ മരിച്ചേ മതിയാവൂ. ദൈവത്തിന്റെ നിയമവുമാണ്. സഭാപ്രസംഗി 12:7 നമ്മൾ വായിക്കുന്നു. സഭാപ്രസംഗി 12:7, പൊടിപണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അവനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. മരിക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ കറങ്ങി നടക്കത്തില്ല. അപ്പോൾ തന്നെ ക്രിസ്തുവിൽ നമ്മുടെ ജീവൻ മറഞ്ഞിരിക്കും. അപ്പോൾ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിനോട് ചേരും. ക്രിസ്തുവിൽ ജീവിക്കാതെ, രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, ദൈവത്തിന്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കാതെ, വേറെ എൻ്റെ ജീവിതം നയിക്കാതെ, തോന്നിയ പോലെ ലോകമക്കൾ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ, ജഡപ്രകാരം ജീവിച്ചാൽ, ജഡത്തിൻ്റെ പ്രവൃത്തി ആത്മാവിൻ്റെ പ്രവൃത്തിയുമായിട്ട് വിരുദ്ധമത്രേ. ജഡപ്രകാരം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അത് ആത്മമരണമുണ്ട്, ശാരീരിക മരണമുണ്ട്, രണ്ടും സംഭവിക്കും. ഒരിക്കലും ശാരീരിക മരണം സംഭവിച്ചോട്ടെ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ആത്മമരണം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ദേഹിയും ആത്മാവും ഒരിക്കലും മരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്കുപോലും വരരുത്. ഒരു കുറ്റത്തിൻ്റെ വാക്ക് വരല്ല, ഒരു ദൂഷണത്തിൻ്റെ വാക്ക് പറയല്ല, ഒരു കോപത്തിൻ്റെ വാക്ക് വരല്ല. എല്ലാം സഹിക്കുവാനും, എല്ലാം ക്ഷമിക്കുവാനും, എല്ലാം യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ഒരുക്കുവാൻ, അല്പം കൂടെ ഒരുക്കുവാൻ ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇയ്യോബിന്റെ ലേഖനം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഒരു ചോദ്യം ഇപ്രകാരമാണ്: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ചോദ്യതാണ് ബൈബിളിൽ തന്നെ. എബ്രായ ലേഖനം 9:27 നമ്മൾ വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കില്ല എന്ന് ആരും പറയുകയില്ല. മരിക്കുകയും പിന്നെ ന്യായവിധിയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ന്യായവിധിയുമില്ല. അങ്ങനെയെങ്കിൽ എല്ലാവരെയും കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ നമുക്ക് കുറ്റമില്ലാത്തവരായി നിൽക്കാൻ സാധിക്കുമോ? യെശയ്യാപ്രവചനം 38:1-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അക്കാലത്തെ ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല. നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല. രോഗമുണ്ടായിരുന്നു, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുമരിനോട് തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവയെ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തത് എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ചുവരിനോട് ചേർന്നു തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ സർവ്വവിധമാകുന്ന കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെ നോക്കാതെ, ഒന്നുമില്ലായ്മയിലേക്ക് ചുവരിനോട് തിരിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട്, യേശുവിൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു കരഞ്ഞു ഇപ്രകാരം പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെ നല്ല പ്രവൃത്തിയൊന്ന് ഓർക്കണമേ കർത്താവേ. ഞാൻ ദോഷം മാത്രമല്ല ചെയ്തത്, കുറേയൊക്കെ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ദൈവം മനസ്സലിഞ്ഞു പ്രാർത്ഥന കേട്ടു. നീക്കുപോക്കുണ്ടോ മരണത്തിൽ നിന്ന്? തീർച്ചയായും ഉണ്ട്. മരിക്കാൻ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവർ എഴുന്നേറ്റ് വരാറുണ്ട്. അവർ സൗഖ്യമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും സൗഖ്യം ലഭിക്കാറുണ്ട്. ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണ്. എന്താണ്? അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടെ, ഏകാഗ്ര ഹൃദയത്തോടെ. നമുക്ക് വിശ്വസ്തതയുണ്ടോ ദൈവസന്നിധിയിൽ? ഒരു ഏകാഗ്ര ഹൃദയമുണ്ടോ? നമ്മുടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഏകാഗ്രമാണോ? ദൈവത്തോടാണോ നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആലയത്തിൽ ഇരിക്കുന്നത്? അതോ മറ്റു പല ചിന്തകളാലാണോ? അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് വേണം? വിശ്വസ്തത വേണം, ഏകാഗ്ര ഹൃദയം. ദൈവത്തിൻ്റെ മുമ്പിൽ നടക്കുന്നത് വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടുമായിരിക്കണം.
ഉടനെ തന്നെ ദൈവം നീ മരിച്ചു പോകുമെന്ന് പറയിപ്പിച്ച് തിരിച്ചു പറയിക്കുന്നു. നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, കർത്താവെ ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ച് എന്താ കേൾക്കാഞ്ഞത്? ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് പറയും, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ രോഗം സൗഖ്യമാക്കി. മാത്രമല്ല 15 സംവത്സരം ഞാൻ നിനക്ക് നീട്ടിത്തന്നിരിക്കുന്നു. സ്തോത്രം. മരിക്കുവാൻ ആഗ്രഹം ആർക്കും തന്നെ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കർത്താവേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് ആരോഗ്യത്തോടിരിക്കണം. കഴിഞ്ഞ ദിവസം ആ പാസ്റ്റർ പറഞ്ഞു, ആ പാസ്റ്ററുടെ മകൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ആ പാസ്റ്റർ അദ്ദേഹം മരണത്തോടെ മല്ല് പിടിച്ച് നടന്നപ്പോൾ ആ മകൾ പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പായെ എനിക്ക് ഒരു ക്യാൻസർ രോഗിയായി കാണണ്ട. എൻ്റെ അപ്പായെ മുടി കൊഴിഞ്ഞ് ശരീരം ക്ഷീണിച്ച് കറുത്ത് പിടച്ചിരിക്കുന്ന ഒരു അപ്പ എനിക്ക് വേണ്ട. എൻ്റെ അപ്പായെ സുഖത്തോടെ സൗന്ദര്യത്തോടെ ആരോഗ്യത്തോടെ എനിക്ക് കാണാം. അങ്ങനെയുള്ള അപ്പനെ എനിക്ക് മതി, അല്ലെങ്കിൽ അങ്ങ് വിളിച്ചോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, എനിക്ക് രോഗത്തോടുകൂടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല, പിന്നെ അപ്പുറമായിട്ട് സൗഖ്യത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു കുടുംബജീവിതം എനിക്ക് നൽകണമേ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതം എനിക്കും എൻ്റെ മക്കൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ സഭയിലുള്ള എല്ലാവർക്കും നൽകണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിക്ക് വേദനയുണ്ടായാൽ ഈ സഭയിലുള്ളവരുടെ ഹൃദയം എല്ലാം വേദനിക്കണം. ഒരു വ്യക്തി മരിച്ചാൽ നമ്മൾ ആ കുടുംബത്തോട് തന്നെ ചേർന്നുകൊണ്ട്, അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിച്ചാൽ എങ്ങനെയാണ്? അതാണ്, ഒരു ഹൃദയമുള്ളവരായിരിക്കണം. ഒരുമനപ്പെട്ട് നാളുകളിൽ അവർ ആലയത്തിലേക്ക് കൂടുവന്ന് ഒരുമനപ്പെട്ട് കടന്നു വന്ന് അവർ അപ്പം ഞൊറുക്കുകയും ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഒരുമനപ്പെട്ട് വരണം. നമ്മുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും പകയോ പിണക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിനെ പറഞ്ഞ് ഉപേക്ഷിച്ച ശേഷം ദൈവത്തോട് നിരക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പോകുന്ന വഴിയിൽ മരിച്ചാൽ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ നമ്മൾ മരിച്ചാൽ, അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ വന്നാൽ നമുക്കും കർത്താവിനോടുകൂടി ചേരുവാനിടയാകും. റെവലേഷൻ 14:13 ഒരു വാക്യം കാണാം. റെവലേഷൻ 14:13. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. എ ബ്ലസ്സഡ് ഡെത്ത്. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്നു എന്ന് ആത്മാവ് പറയുന്നു. എ ബ്ലസ്സഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യകരമായ മരണം. അതാണ് ഒന്നാമത്തെ ഒരു വ്യക്തിയുടെ പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഭാഗ്യം എന്നാണ് തിരുവചനം കാണിക്കുന്നത്. ഒരു ബ്ലസ്സഡ് ഡെത്ത്. ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ ചിരിച്ചുകൊണ്ട് കിടക്കുന്നല്ലോ, നല്ല പ്രസന്നമായിരിക്കുന്നല്ലോ. ചിലരുടെ മുഖം മരിച്ചു കിടക്കുമ്പോൾ വളരെ വികൃതമായി തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് ഒരു ബ്ലസ്സഡ് ഡെത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലസ്സഡ് ലൈഫ് വേണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട മരണം സംഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട തേജസ്കരണം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ബ്ലസ്സഡ് ലൈഫ്, ഒരു ബ്ലസ്സഡ് ഡെത്ത്, ഒരു ബ്ലസ്സഡ് റിസറക്ഷൻ. ലിവിങ് ഇൻ ക്രൈസ്റ്റ്. യേശുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ യേശുവിൽ മരിക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവിന്റെ വരമെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേരും. ക്രിസ്തുവിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്ന അവർ ഒരിക്കലും ക്രിസ്തുവിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. അവർക്ക് നിത്യ മരണം തന്നെ സംഭവിക്കും. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 Peter 1:13-14 അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയം അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മരണത്തിന് മുമ്പ് നമ്മൾ ദൈവത്തോട് ബന്ധത്തിലായിരിക്കുന്നുവെങ്കിൽ നമ്മൾ പറയും, എൻ്റെ മരണത്തിന് സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. 2 Corinthians chapter 5 verse 1-4. 2 Corinthians chapter 5 verse 1-4. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം, ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു.
ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഈ ശരീരത്തോടെ അല്ല, ഇതിനപ്പുറമായിട്ട് ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു. അതാണ് തേജസ്കരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ശരീരം. പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ നാം മരിച്ചാൽ, കർത്താവ് അല്ലെങ്കിൽ വന്നാൽ, നമ്മൾ തേജസ്കരിക്കപ്പെടണം, നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞത് എന്താണ്? എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം, എനിക്ക് തേജസ്കരിക്കപ്പെടണം, മരണം എൻ്റെ കൂടെയുണ്ട്, ഏത് സമയവും ഞാൻ മരിച്ചെന്നിരിക്കാം. പക്ഷെ അതല്ല, അതിനപ്പുറമായി എനിക്കൊന്നുള്ളത്, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, എൻ്റെ ശരീരം ക്ഷയിച്ചാലും എനിക്കെൻ്റെ യേശു മതി. എൻ്റെ യേശുവിനെ വിട്ട് പോകുവാൻ ഒന്നിനും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതിനൊരു ശക്തിക്കും എന്നെ യേശുവിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ഗലാത്യർ ലേഖനം 2:20 എന്താണ് പറയുന്നത്? ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു നമ്മളിൽ ജീവിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ഉള്ളിൽ ആരാണ്? ക്രിസ്തു എന്നിൽ ജീവിക്കണം. ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ എൻ്റെ സ്വഭാവം ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമർ ചാപ്റ്റർ 6 വേഴ്സ് 8-11, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ തീർച്ചയായും നാം കർത്താവിനോടുകൂടെ ജീവിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇവ രണ്ടിലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ ഞാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പോസ്തലൻ പറയുന്ന വിട്ടുപിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു. അതാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം വിട്ട് നമ്മൾ പോകുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ ഒരു വലിയ ആകാംക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ കരങ്ങൾ അടിച്ച് പാടുമ്പോൾ, നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, നമ്മൾ വചനം സംസാരിക്കുമ്പോഴൊക്കെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ നിത്യത വളർന്ന് ക്രിസ്തുവിനോട് ചേരുവാൻ വലിയ ഒരു ആകാംക്ഷയുണ്ടോ? നാം ഭവനത്തിലായിരിക്കുമ്പോൾ എൻ്റെ യേശു ഇപ്പോൾ വന്നാൽ എനിക്ക് ക്രിസ്തുവിനോട് ചേരണം, ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ ആത്മാവും ദേഹവും ദേഹിയും ക്രിസ്തുവിനോട് ചേരണം എന്നുള്ള ആശയോടുകൂടിയാണോ നാം ഇരിക്കുന്നത്? അതോ നമ്മൾ എന്താണ്, മൊബൈലും ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണോ? ടി വി ആണോ പ്രധാനം? യേശു ആണോ പ്രധാനം? മൊബൈലാണോ പ്രധാനം? യേശു ആണോ പ്രധാനം? ഈ ലോകത്തിലെ നന്മകളാണോ പ്രധാനം? നിത്യതയാണോ പ്രധാനം? ഇന്ന് തന്നെ തീരുമാനം എടുത്തുകൊള്ളുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതെല്ലാം കാണുവാൻ. ഞാൻ നിങ്ങളോട് വേണ്ട എന്ന് പറയുന്നില്ല. നിങ്ങൾ തന്നെ പരിശോധിക്കുക. നിങ്ങളുടെ ടൈം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്? ദ ടൈം യു ആർ സ്പെൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ മണി യു ആർ സ്പെൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പണം ചെലവഴിക്കുന്നതും നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതും ദൈവസന്നിധിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണം കൊടുക്കേണ്ടതിന് കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. സമയം ചെലവഴിക്കേണ്ടതിന് വേണ്ടി ചെലവഴിക്കാതിരിക്കല്ലേ. നിത്യതയൊന്ന് ഓർത്തുകൊള്ളുക. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് യാഗമായി തീർന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണാതെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചും മറ്റ് മെസ്സേജുകൾ അയച്ചും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനാണോ? ഇൻ്റർനെറ്റ് കണ്ടുകൊണ്ട്, വാട്സപ്പ് കണ്ടുകൊണ്ട് സുഖിച്ചിരിക്കുന്ന അനേകരെ നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, മരണം നിശ്ചയം. ഏത് നിമിഷവും നമ്മൾ മരിക്കാം, ഏത് നിമിഷവും കർത്താവ് വരാം. അതുകൊണ്ട് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇന്നുകൂടി അല്പം കൂടി പരിശുദ്ധാത്മാവ് പറയാണ്, അല്പം കൂടി വിശുദ്ധരാകുക, അല്പം കൂടെ ക്ഷമിക്കുക, അല്പം കൂടെ കർത്താവിനെ വേണ്ടി ജീവിക്കുക. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ട അത്യന്താവേശിതമായ കാര്യമാണ്. റെവലേഷൻ 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രണ്ടാമത്തെ ഭാഗ്യവാൻ ആരാണ്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. എന്താണ് ഒന്നാമത്തെ പുനരുത്ഥാനം? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം.
വായിച്ചോ. നാം എല്ലാവരും നിദ്ര കൊള്ളും, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയായി ഉയർത്തെഴുന്നേൽക്കും, രൂപാന്തരപ്പെടുകയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമാത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. എന്ന് മരണം നീങ്ങി ജയം വന്നിരുന്നു. നമ്മുടെ ഈ ശരീരം പോയിട്ട് ദ്രവിക്കുന്ന ഈ ശരീരമല്ലാതെ ദ്രവിക്കാത്തതായിട്ടുള്ള തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കണം. ആ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. വെളിപ്പാട് പുസ്തകം 20-ാം വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇത് രണ്ടാമത്തെ മരണം. എന്താണ് ആദ്യത്തെ മരണം? ആദ്യത്തെ മരണം ശാരീരികമായ മരണം. അതോടൊപ്പം തന്നെ എന്താണ് മരണം? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആദ്യത്തെ മരണം ശാരീരികമായി നമ്മൾ മരിക്കും, അതിന് മരണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മരണം എന്താണ്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും, നമ്മുടെ ദേഹി ആത്മാവ് മരിക്കും. മൂന്നാമത്തെ മരണം എന്താണ്? നിത്യ തീപ്പൊയ്ക. അതാണ് സഹിക്കാൻ വയ്യാത്ത മരണം. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. തീപ്പൊയ്ക്ക് വിവരിച്ചു കഴിഞ്ഞാൽ ഇന്നിനും സമയമില്ല. ഒരു വളരെയധികം സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഒരു പടിയൂടെ നമ്മുടെ വിശ്വാസത്തിൽ വർദ്ധിക്കുക, ഒരു പടിയുടെ വചനം അനുസരിക്കാൻ തീരുമാനമെടുക്കുക, ഒരു പടിയുടെ ഉയർന്ന കർത്താവിന് വേണ്ടി ജീവിക്കാൻ നാം ഒരു തീരുമാനമെടുക്കുക. ഈ നിത്യമരണത്തിലേക്ക് പോകുവാൻ നമുക്കൊരിക്കലും ഇടയാകരുത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിച്ച് നിർത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം 1 മുതൽ 6 വരെ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രം ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. എന്തിനാൽ മരിച്ചവനാണ്? ജീവനോടെ നാം നടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ദേഹിയും ആത്മാവും ഉള്ളിൽ മരിച്ചിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് നമ്മൾ ഒരുപോലെ പോകണം. നമ്മൾ ശരീരം മരിക്കുമ്പോൾ ദേഹിയും ആത്മാവും മരിക്കുന്നില്ല, അത് നിത്യഭവനത്തിലേക്ക് പോകും. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി, ഒരല്പം കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തിക്കൂടെ? അല്പം കൂടി നമുക്ക് അർത്ഥമാക്കിയും പോയി. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും എന്തെന്നാൽ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണത ഉള്ളതായി കണ്ടിട്ടില്ല. അവിടെ പ്രശ്നം. ഞാൻ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ പള്ളിയിൽ വരുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കുറവ് നിന്നിലുണ്ട്. ആ സഭയ്ക്ക് എന്താ? ആ സഭയ്ക്കുള്ള കുറവ്? പൂർണ്ണതയില്ല. അപ്പം നമ്മൾ പൂർണ്ണരാകണം. കർത്താവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നമ്മൾ പൂർണ്ണരായിരിക്കണം. കർത്താവ് വിശ്വസ്തനായിരിക്കുന്ന പോലെ നമ്മൾ വിശ്വസ്തനായിരിക്കണം. കർത്താവ് സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. കർത്താവ് വിശുദ്ധനായിരുന്ന പോലെ നമ്മളും വിശുദ്ധരായിരിക്കണം. 5-ാം വാക്യം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എങ്കിലും കുറച്ചുപേര് ഈ ചർച്ചിലുണ്ട്, മറ്റു ചർച്ചുകളിലും ഉണ്ട്. എന്താണ്? ഉടുപ്പ് മലിനമാകാത്ത ചിലരൊക്കെ ഉണ്ട് കേട്ടോ. അത് കർത്താവിനറിയാം. ഉടുപ്പ് മലിനമാകാത്തെന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന കുറച്ചുപേർ ഈ ചർച്ചിലുമുണ്ട്, മറ്റു ചർച്ചുകളിലുമുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കുന്ന ഉടുപ്പ് മലിനമാകാത്ത കുറച്ചുപേരുണ്ട്. ആത്മാവ് നമ്മളെ സഭകളോട് എഴുതിയ ദൂതാണ്. ഇത് ഇവിടെയുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് വായിച്ചോ, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. യേശുവിനോട് നടക്കണമെന്നുണ്ട് എങ്കിൽ യോഗ്യന്മാരാകണം. എന്താണ് വെള്ള കാണിക്കുന്നത്? വിശുദ്ധിയെ കാണിക്കുന്നു. വിശുദ്ധനായ കർത്താവിന്റെ കൂടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാം. അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. എന്നാൽ അത് മായ്ച്ചു കളയാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയുടെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കർത്താവിന്റെ വചനങ്ങൾ അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ സന്നിധിയിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
ചെവിയില്ലാത്ത ആരും ഇവിടെ ഇല്ലല്ലോ, എല്ലാവർക്കും ചെവിയുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കേട്ടുകൊള്ളുക. ആത്മാവ് സഭയോട് പറയുന്നത് ഒരല്പം കൂടി മാനസാന്തരപ്പെടുക, അല്പം കൂടി നല്ല ജീവിതത്തിലേക്ക് കടന്നു വരിക, അല്പം കൂടെ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക്, ഈ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം, കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം, ആ നിത്യതയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.